വയനാട്ടിലുണ്ടായ അപകടം നാം ഏവരെയും വിഷമത്തിലായെത്തി. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നാം ഒറ്റക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോണുണ്ടെങ്കിൽ ഫോണുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഈ സെറ്റിങ്സ് വളരെ ഗൗരവമായി നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കുക. നാളെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ ഇത് കാരണമായേക്കാം. ഇത്തരമൊരു സാഹചര്യങ്ങളിൽ നാം ആദ്യം ചെയ്യേണ്ടത് എമർജൻസി കോളാണ്. കോൾ ചെയ്യുമ്പോൾ ERSS അഥവാ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, ഇതിലേക്ക് എമർജൻസി നമ്പറായ 112ലേക്ക് കോൾ പോവുകയും എമർജൻസിയായി തന്നെ നമുക്ക് ഹെൽപ്പ് കിട്ടുന്നതുമാണ്. ഇത് ഓരോ ഫോണിലും വ്യത്യസ്തമായിരിക്കും. ഐഫോണിലാണ് എങ്കിൽ പവർ ബട്ടൺ 5 തവണ പ്രസ് ചെയ്യുക. അതല്ല എങ്കിൽ പവർ ബട്ടൺ പ്ലസ് വോളിയം ബട്ടൺ പ്രസ് ചെയ്താൽ എമർജൻസി കോൾ വരെ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ നോക്കി നിങ്ങളുടെ സെറ്റിംഗ്സ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതായി വരുന്ന ഓപ്ഷനാണ് എമർജൻസി ഷെയറിംഗ്. ഇതിൽ നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുന്ന കോൺടാക്റ്റിലേക്ക് ലൊക്കേഷനും അതുപോലുള്ള ആ സമയത്തുള്ള ഫോട്ടോയും വോയിസ് റെക്കോർഡ് വരെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എമർജൻസി അലേർട്ട് മെസ്സേജും ഇതിൻ്റെ കൂടെ പാസ്സാവുന്നതാണ്. ഇനി നമ്മൾ തളർന്നോ ബോധമില്ലാതെയോ റോഡിൽ കിടക്കുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ വിവരങ്ങൾ നമുക്കിതിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി അവർക്ക് അതിൻ്റെ പാസ്വേഡ് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ ഫോൺ നമ്പർ അതിൽ കൊടുക്കുകയാണെങ്കിൽ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾക്ക് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതും നമ്മുടെ ജീവൻ രക്ഷിക്കാവുന്നതുമാണ്. ഇതിനും ഫോണിൽ പാസ്വേഡിൻ്റെ ആവശ്യം വരുന്നില്ല.